Specialized agencies of UNO, there are some specialized agencies of UNO which deal with definite and distant problem. അപ്പോൾ വ്യത്യസ്ത ചില നിശ്ചിതമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് യുഎൻഒയുടെ കീഴിൽ ചില സ്പെഷ്യലൈസ്ഡ് ഏജൻസീസ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എമംഗ് ദം ആർ, ഒന്നാമത്തത് ILO, ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. So it was established in 1919. 1919 ILO എന്ത് ചെയ്തത്, രൂപീകരിച്ചത്. അണ്ടർ ദ ട്രീറ്റി ഓഫ് വെർസൈൽ ട്രീറ്റി പ്രകാരമാണ് ഇതുണ്ടാക്കുന്നത്. ആൻഡ് സർവൈവ്ഡ് ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാർ. രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിന് ശേഷവും എന്ത് ചെയ്തു, ഈ ഒരു ഓർഗൻ നിലനിൽക്കുന്നുണ്ട്. ഇറ്റ്സ് എയിം is to improve labor conditions in regard to wages, hours of work and conditions of work, to increase labor productivity and seek economic and social stability. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ലേബർ കണ്ടീഷൻസ് ഇംപ്രൂവ് ചെയ്യുക വിത്ത് റിഗാർഡ് ടു വേജസ്, ആളുകളുടെ വേതനവുമായി ബന്ധപ്പെട്ട്, തൊഴിൽ സമയവുമായി ബന്ധപ്പെട്ട്, കണ്ടീഷൻസ് ഓഫ് വർക്ക്, തൊഴിലിൻ്റെ അവസ്ഥകളുമായി ബന്ധപ്പെട്ട്, ആൻഡ് ടു ഇൻക്രീസ് ലേബർ പ്രൊഡക്ടിവിറ്റി, എന്ത് ചെയ്യുക, ലേബർ ഉൽപ്പാദനക്ഷമത എന്ത് ചെയ്യുക, തൊഴിലാളികളുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുക. ആൻഡ് സീക്ക് എക്കണോമിക് ആൻഡ് സോഷ്യൽ സ്റ്റെബിലിറ്റി, സാമൂഹ്യ സാമ്പത്തികപരമായ സുരക്ഷിതത്വം, സ്ഥിരത എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തണം. ഇറ്റ്സ് ഹെഡ് ക്വാർട്ടേഴ്സ് ഈസ് ഇൻ ജനീവ. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ജനീവയിലാണ്. അതാണ് ഫസ്റ്റ് സ്പെഷ്യലൈസ്ഡ് ഏജൻസി. അടുത്തത് FAO, ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ. ഇറ്റ്സ് എയിം ഈസ് ടു ഇൻക്രീസ് ഫുഡ് പ്രൊഡക്ഷൻ. ഫുഡ് പ്രൊഡക്ഷൻ എന്ത് ചെയ്യുക, വർദ്ധിപ്പിക്കുക, അതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇറ്റ്സ് ഹെഡ് ക്വാർട്ടേഴ്സ് ഈസ് ഇൻ റോം, ഇൻ ഇറ്റലി. ഇറ്റലിയിലെ റോമിലാണ് അതിൻ്റെ തലസ്ഥാനം. ഈ FAO, ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ്റെ തലസ്ഥാനം. പിന്നെ അടുത്തത് യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ, യുനെസ്കോ എന്ന് പറയുന്ന, അതാണ് എന്താ, യുനെസ്കോ ഫേമസ് ആണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഓർഗനാണ്, സ്പെഷ്യലൈസ്ഡ് ഏജൻസിയാണ് ഏതാണ്, യുനെസ്കോ എന്ന് പറയുന്നത്. ഇതിൻ്റെ ചീഫ് യുണൈറ്റഡ്, അത് ക്ലോസ് ചെയ്തോ, സേവ് ചെയ്തോ അത്രയും. യുനെസ്കോ, യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ടു റിയലൈസ് ഇൻ്റർനാഷണൽ പീസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ത്രൂ കോപ്പറേഷൻ ഇൻ എഡ്യൂക്കേഷൻ, സയൻസ് ആൻഡ് കൾച്ചർ എമംഗ് ദ വേരിയസ് നേഷൻസ്. അതായത് വ്യത്യസ്ത രാഷ്ട്രങ്ങൾക്കിടയിൽ സാമൂഹിക, ശാസ്ത്രീയ, സാംസ്കാരികപരമായ, വിദ്യാഭ്യാസപരമായിട്ടുള്ള മേഖലയിൽ സഹകരണം പ്രദാനം ചെയ്യുകയും അന്താരാഷ്ട്ര സമാധാനം ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നതാണ് അതിൻ്റെ ലക്ഷ്യം. യുനെസ്കോ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇറ്റ് കെയിം ടു ബീയിങ് ഇൻ 1946. നിലവിൽ വന്നത് 1946. ആൻഡ് ഹെഡ് ക്വാർട്ടേഴ്സ് ഈസ് അറ്റ് ഫ്രാൻസ്. ഫ്രാൻസിലാണ് എന്താ യുനെസ്കോയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇറ്റ് സീക്സ് ടു പ്രൊവൈഡ് ദ ബേസിക് എഡ്യൂക്കേഷൻ ഇൻ ദ വേൾഡ്. ലോകത്തിൽ എന്ത് ചെയ്യുക, ലോകരാജ്യങ്ങളിൽ അടിസ്ഥാനപരമായിട്ടുള്ള വിദ്യാഭ്യാസം ജനങ്ങൾക്കിലേക്ക് എത്തിക്കുക എന്നതാണ് എന്താ യുനെസ്കോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അടുത്ത ഓർഗൻസ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനാണ്, WHO. ഇറ്റ്സ് എയിം ഈസ് ദ അറ്റൈൻമെൻറ്റ് ഓഫ് ദി ഹയസ്റ്റ് പോസിബിൾ ലെവൽ ഓഫ് ദി ഹെൽത്ത് ബൈ ഓൾ ദ പീപ്പിൾ ഇൻ ദ വേൾഡ്. ലോകത്തിലുള്ള എല്ലാ ജനങ്ങൾക്കിടയിലും എന്ത് ചെയ്യുക, സാധ്യമായ രീതിയിൽ എന്ത് ചെയ്യണം, ആരോഗ്യം പ്രദാനം ചെയ്യുക എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ദ വേൾഡ് ഫോർ ദ റിഡക്ഷൻ ഓഫ് ഡിസീസസ് ആൻഡ് പ്രിവെൻഷൻ ഓഫ് എപ്പിഡമിക്സ്. എന്ത് ചെയ്യുക, ലോകരാജ്യങ്ങൾക്കിടയിൽ എന്ത് ചെയ്യണം, എന്താ, രോഗങ്ങളില്ലാതാക്കുക, ഇറാഡിക്കേഷൻ ഓഫ് ഡിസീസസ് ആൻഡ് ആൾസോ ദ പ്രിവെൻഷൻ ഓഫ് എപ്പിഡമിക്സ്, പകർച്ചവ്യാധികൾ എന്ത് ചെയ്യണം, ഇല്ലാതാക്കണം. ഇറ്റ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1948 വിത്ത് ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ജനീവ. 1948 ജനീവയിലാണ് എന്ത് ചെയ്തത്, ഇത് സ്ഥാപിതം ആയത്. പിന്നെ അടുത്തത് IBRD ആണ്, International Bank for Reconstruction and Development.
IBRD, International Bank for Reconstruction and Development. It was established in 1945. 1945 ഇത് രൂപീകരിച്ചത്. ഇതിൻ്റെ മറ്റൊരു പേരാണ് നമ്മൾ പറയുന്നത് വേൾഡ് ബാങ്ക്. IBRD വേൾഡ് ബാങ്ക് എന്നറിയപ്പെടും. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ടു അസിസ്റ്റ് ഇൻ ദ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് മെമ്പർ countries by giving loans and by providing technical assistance services. അപ്പോൾ എന്ത് ചെയ്യുക, അംഗരാജ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം നൽകുക, അതോടൊപ്പം എന്ത് ചെയ്യണം, അത് ലോൺ പോലെയുള്ള സാമ്പത്തിക സഹായങ്ങൾ നൽകുക, അതുപോലെ തന്നെ ബൈ പ്രൊവൈഡിങ് ടെക്നിക്കൽ അസിസ്റ്റൻസ് സർവീസ്, സാങ്കേതികപരമായ സഹായങ്ങൾ എന്ത് ചെയ്യണം, ലോകരാജ്യങ്ങൾക്ക് നൽകണം. നേരത്തെ ഇതിനെ വിളിക്കുന്ന പേര് വേൾഡ് ബാങ്ക് എന്നാണ്. IBRD എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് വാഷിങ്ടൺ ആണ്. പിന്നെ അടുത്തത് IMF ആണ്, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ IMF ഈസ് ടു പ്രൊമോട്ട് international monetary cooperations, exchange, stability and expansion of international trade. ഏറ്റവും പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, ഇൻ്റർനാഷണൽ മോണിറ്ററി കോർപ്പറേഷൻസ്, അതായത് പണപരമായ സൗഹൃദം, അന്തർദേശീയ സഹകരണം എന്ത് ചെയ്യുക, നിലനിർത്തുക. പിന്നെ എക്സ്ചേഞ്ച്, പരസ്പരമുള്ള കൈമാറ്റം. സ്റ്റെബിലിറ്റി ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ്, അന്താരാഷ്ട്ര വ്യാപാര മേഖലയിൽ സ്ഥിരതയും വ്യാപനവും എന്ത് ചെയ്യുക, കൊണ്ടുവരിക. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1945 എന്താ IMF എന്ത് ചെയ്തിരിക്കുന്നത്, സ്ഥാപിതമായിരിക്കും. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് വാഷിങ്ടൺ ആണ്. ഇതിനടുത്തത് വേൾഡ് ബാങ്ക്, വേൾഡ് മെറ്ററോളജിക്കൽ ഓർഗനൈസേഷൻ, WMO, വേൾഡ് മെറ്ററോളജിക്കൽ ഓർഗനൈസേഷൻ. ദിസ് കെയിം ടു ബീയിങ് ഇൻ 1950. 1950 നിലവിൽ വന്നു. ഇത് ഹെഡ് ക്വാർട്ടേഴ്സ് ഇൻ ജനീവ, ജനീവയിലാണ് എന്താ ഇതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഇത് സീക്സ് ടു പ്രൊമോട്ട് ഇൻ്റർനാഷണൽ കോർപ്പറേഷൻസ്, അന്താരാഷ്ട്ര ബന്ധങ്ങൾ, സഹകരണം നിലനിർത്തുക എന്നതാണ്. ഇത് സ്റ്റഡി ഓഫ് ഫോർകാസ്റ്റിംഗ് ഓഫ് വെൽത്ത്, കാലാവസ്ഥാ പ്രവചനം. ത്രൂ ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എ വേൾഡ് വൈഡ് നെറ്റ്വർക്ക് ഓഫ് മെട്രോളജിക്കൽ സിറ്റുവേഷൻ, എന്താ ലോകവ്യാപകമായിട്ടുള്ള ഒരു മെട്രോളജിക്കൽ സിറ്റുവേഷൻസ് മെട്രോളജിക്കൽ സ്റ്റേഷൻസ് സ്ഥാപിച്ചുകൊണ്ട്, കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രങ്ങൾ എന്ത് ചെയ്തുകൊണ്ട് സ്ഥാപിച്ചുകൊണ്ട് ലോകരാജ്യങ്ങളിലെ കാലാവസ്ഥയെക്കുറിച്ചുള്ള അറിവ് എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് ഈ മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ, ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ, ICAO എന്ന് നമ്മൾ പറയുന്നു. ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1947. 1947 ഇത് സ്ഥാപിച്ചത്. ഇത് നിലവിലത് കാനഡയിലെ മോൺട്രിയലിലാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ സ്ഥാപിച്ചിരിക്കുന്നത് ടു പ്രൊമോട്ട് ദ സേഫ്റ്റി ഓഫ് international civil organization, provide technical assistance in developing countries to build up transport services and transport personnel to man them. അതായത് ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക, അതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം, ടെക്നിക്കൽ അസിസ്റ്റൻസ് കൊടുക്കണം. അതായത് ട്രാൻസ്പോർട്ട് സർവീസുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലോകരാജ്യങ്ങൾക്കിടയിൽ എന്ത് ചെയ്യുക, ട്രാൻസ്പോർട്ട് സൗകര്യങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ പേഴ്സണലായിട്ട് ട്രാൻസ്പോർട്ട് സൗകര്യം മനുഷ്യർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്താ ഈ ICAO എന്ന് പറയുന്ന സംഘടന, ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ എന്തിരിക്കുന്നത് സ്ഥാപിച്ചിരിക്കുന്നത്. അടുത്തത് ഇൻ്റർനാഷണൽ ആറ്റമിക് എനർജി മാരിടൈം ഓർഗനൈസേഷൻ, ഇൻ്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസി IAEA, അതായത് ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1957. 1957 എന്തിരിക്കുന്നത് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. ഇറ്റ്സ് ഹെഡ് ക്വാർട്ടേഴ്സ് ഇൻ വിയറ്റ്നാമിലാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ടു പ്രൊമോട്ട് ദി യൂസ് ഓഫ് ആറ്റമിക് എനർജി ഫോർ പീസ്ഫുൾ പർപ്പസ്, സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ആണവായുധം ഉപയോഗിക്കുക എന്നതാണ് എന്താ ഈ
സംഘടനയുടെ ഇൻ്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. തന്നെ അടുത്തത് യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ, UPU, യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ. അതാണ് അടുത്ത സംഘടന. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് in 1975. ഇറ്റ്സ് കോർണർ ഈസ് ഇൻ സ്വിറ്റ്സർലൻഡ്. അതായത് സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമാക്കി 1975 എന്ത് ചെയ്യുന്നത്, ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. ഇറ്റ് ഓർഗനൈസസ് ആൻഡ് ഇംപ്രൂവ്സ് പോസ്റ്റൽ സർവീസ്. പോസ്റ്റൽ സർവീസ് എന്ത് ചെയ്യാൻ ഓർഗനൈസ് ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ പോസ്റ്റൽ സർവീസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയാണ് എന്താ ഈ ഒരു സംഘടന രൂപീകരിച്ചത്. കേട്ടിട്ട് പോലും ഞാനും പറഞ്ഞിട്ടേക്കാം. യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ. അടുത്ത ഇൻ്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ. So it promotes international cooperation, radio, TV, telegraph, telephone and space communication. TV, radio, telephone, telecommunication, space communication തുടങ്ങിയ മേഖലയിലെ ബന്ധങ്ങൾ എന്ത് ചെയ്യുക, നിലനിർത്തുക. അതിനടുത്തത് ഇന്റർ ഗവൺമെൻറ്റൽ മാരിടൈം കൺസൾട്ടേറ്റീവ് ഓർഗനൈസേഷൻ, IMAO, അല്ലെങ്കിൽ എന്താ പറയുക, ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ. ഇറ്റ് വർക്ക്സ് ടു ഇൻക്രീസ് സേഫ്റ്റി ഓഫ് സീ, fosters actions to prevent pollution of sea and help to increase shipping facilities for the expansion of trade without discrimination. അതായത് യാതൊരുവിധമായ വിവേചനവും കൂടാതെ ലോകരാജ്യങ്ങളുമായിട്ട് ട്രേഡ് ബന്ധം സ്ഥാപിക്കുന്നതിന് ആവശ്യമായ കപ്പൽ സൗകര്യങ്ങൾ പ്രദാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കടലിനകത്തുള്ള പൊല്യൂഷൻസ് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കടലിലുള്ള സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന സംഘടനയാണ് ഏതാ, ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് in 1958. 1958 എന്ത് ചെയ്യുന്നത്, സ്ഥാപിച്ചിരിക്കുന്ന ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ലണ്ടനാണ്. അടുത്ത നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരെണ്ണമാണ് ജനറൽ എഗ്രിമെൻ്റ് ഓൺ ടാരിഫ് ട്രേഡ്, അതായത് GATT. So the main function of this body is to end trade barriers and establish rules of a fair trade in current years. അപ്പോൾ എന്താണ്, ഈ ലോകരാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരമായിട്ടുള്ള ബന്ധങ്ങൾ, അതിനകത്തുണ്ടാകുന്ന തടസ്സങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടും ലോകരാജ്യങ്ങൾക്കിടയിൽ എന്ത് ചെയ്യുവാൻ, വ്യാപാര ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് GATT എന്ന് പറയുന്ന സംഘടന എന്തിരിക്കുന്നത്, രൂപീകരിച്ചിരിക്കുന്നത്. In recent years, it has made special efforts to develop international trade. അടുത്ത കാലത്തായിട്ട് ഒരുപാട് ട്രേഡ് ബന്ധങ്ങൾ എന്ത് ചെയ്യാൻ, നിലനിർത്തുവാൻ വേണ്ടിയിട്ട് അന്താരാഷ്ട്ര രംഗത്ത് ട്രേഡ് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. Achievements of United Nations Organization. So it is the only existing machinery to maintain peace and security in the world. ഇന്ന് ലോകത്തിൽ സമാധാനവും സുരക്ഷിതത്വവും നിലനിർത്താൻ ഉപയോഗിക്കുന്ന ഒരേ ഒരു ഉപകരണം എന്ന് പറയുന്നത് ഏത് മാത്രമേ ഉള്ളൂ, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ മാത്രമേ ഉള്ളൂ. ഇറ്റ് ഹാസ് ആൻ ഇംപ്രസീവ് റെക്കോർഡ് ഓഫ് സബ്സ്റ്റാൻഷ്യൽ അച്ചീവ്മെൻറ്റ് ഇൻ ഇറ്റ്സ് ക്രെഡിറ്റ്. ഇതിൻ്റെ യുഎൻഒയുടെ ഒരു ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ആർക്ക് കഴിഞ്ഞിട്ടുണ്ട്, യുഎൻഒ കഴിഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഹാസ് ഇൻ്റർഫിയർഡ് മെനി ഇൻ്റർനാഷണൽ ഡിസ്പ്യൂട്ട്സ്. പല അന്തർദേശീയ പ്രശ്നങ്ങളിലും ഇടപെടുവാൻ ആർക്ക് കഴിഞ്ഞു, യുഎൻഒയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഇസ് സക്സീഡഡ് ഇൻ പെർസ്വേഡിങ് സോവിയറ്റ് റഷ്യ ടു വിഡ്രോ ഹെക്ട്രോപ്പീസ് ഫ്രം ഇറാൻ. അതായത് ഇറ്റ് ഇസ് സക്സീഡഡ് ഇൻ പെർസ്വേഡിങ് സോവിയറ്റ് റഷ്യ ഇൻ വിഡ്രോ ഹർ ട്രൂപ്സ് ഫ്രം ഇറാൻ. ഇറാനിൽ നിന്ന് എന്ത് ചെയ്യുവാൻ, റഷ്യയുടെ സൈന്യത്തെ എന്ത് ചെയ്യുവാൻ, പിൻവലിക്കുന്നതിൽ വിജയിക്കാൻ ആർക്ക് കഴിഞ്ഞു, യുഎൻഒ കഴിഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് സക്സീഡഡ് ഇൻ പെർസ്യൂയിങ് ബ്രിട്ടൻ ആൻഡ് ഫ്രാൻസ് ടു ടേക്ക് ദെയർ ഫോഴ്സസ് ഫ്രം സിറിയ ആൻഡ് ലെബനൻ. സിറിയയിൽ നിന്നും ലെബനിൽ നിന്നും ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും സൈന്യത്തെ പിൻവലിക്കുന്നതിലും അവർ പറഞ്ഞ് പിൻവലിക്കുന്നതിലും വിജയിക്കാൻ ആർക്ക് കഴിഞ്ഞു, യുഎൻഒ കഴിഞ്ഞിട്ടുണ്ട്. യുഎൻഒ സക്സീഡഡ് ടു എൻഡ് ദ international struggle for freedom and secure independence to Indonesia from Dutch rule. അതായത് ഡച്ചുകാരുടെ ഭരണത്തിൽ നിന്നും ഇന്തോനേഷ്യയ്ക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തുകൊണ്ട് ഒരു ഇൻ്റർനാഷണൽ സ്ട്രഗിൾ ഫോർ ഫ്രീഡം അവസാനിപ്പിക്കാൻ ആർക്ക് കഴിഞ്ഞു, ഇതൊക്കെ യുഎൻഒയുടെ നേട്ടങ്ങളായിട്ട് നമ്മൾ കാണുന്നത്. then it could end the bloody fighting between Arabs and the Jews
ദെൻ പാലസ്റ്റൈൻ, അതായത് അറബ്സും ജ്യൂസും പാലസ്റ്റീനെ ചൊല്ലിയുള്ള ആ ഒരു ബ്ലഡി ഫൈറ്റ് അവസാനിപ്പിക്കാൻ കഴിഞ്ഞു. ആൻഡ് ഹെൽപ്പ് ഇൻ ലോഞ്ചിങ് ഇൻ ടു ബീയിങ് ദ ജൂയിഷ് സ്റ്റേറ്റ് ഓഫ് ഇസ്രായേൽ ഇൻ 1948. 1948 ഇസ്രായേലിന് വേണ്ടിയിട്ട് യഹൂദന്മാർക്ക് വേണ്ടി, ജ്യൂസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു പുതിയ സ്റ്റേറ്റ് രൂപീകരിക്കാനും ആർക്ക് കഴിഞ്ഞു, ഇവനെ കഴിഞ്ഞു. സോ ദെൻ അടുത്തത്, in 1956 the aggression of Britain, France and Israel against Egypt were asserted by the intervention of UN. 1956 ബ്രിട്ടനും ഫ്രാൻസും ഇസ്രായേലും കൂടി ഈജിപ്തിനെതിരായിട്ട് എന്ത് ചെയ്യുന്നു, യുദ്ധം പ്രഖ്യാപിച്ച സമയത്ത് ആ യുഎൻഒയുടെ ഇടപെടൽ കൂടി എന്ത് ചെയ്യാൻ കഴിഞ്ഞു, ആ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിഞ്ഞു. Thus the possibility of a major international conflict was observed. അപ്പോൾ അതുവഴി എന്ത് ചെയ്യാൻ കഴിഞ്ഞു, ഒരു പ്രധാനപ്പെട്ട ഒരു അന്തർദേശീയ തർക്കത്തിന് പരിഹാരം കാണുവാൻ വേണ്ടി ആർക്ക് കഴിഞ്ഞു, ഇതിനെ കഴിയുകയുണ്ടായി. ഇതിനടുത്തത്, it has also been argued that one of the main contribution of UN has been to preventing direct clash between USA and USSR. അമേരിക്കയും സോവിയറ്റ് യൂണിയൻ തമ്മിൽ എന്താണ്, ഒരു ഡയറക്റ്റ് ക്ലാഷ് ഉണ്ടാവുന്നതിൽ നിന്നും ഒരു പരിധിവരെ ഇവർ രണ്ടുപേരെ എന്ത് ചെയ്യുവാൻ, തടഞ്ഞു നിർത്തുവാൻ ആർക്ക് കഴിഞ്ഞിട്ടുണ്ടോ, യുഎൻഒയ്ക്ക് കഴിയുകയുണ്ടായി. ഇനി ദ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ഡെഫിനിഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മെൻ, the Universal Declaration of Human Rights, was proclaimed by the UN General Assembly in 1948. Since then, a Declaration of Rights of Children has been adopted, and the attention is diverted to improving status of women, preventing discrimination of merchants, abolition of slavery, etc. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറയുന്നത്, മനുഷ്യൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മെൻ, മനുഷ്യ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ നിർവചനം കൊണ്ടുവരാൻ, അതായത് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന മനുഷ്യാവകാശങ്ങളുടെ ആഗോള പ്രഖ്യാപനം എന്ന് പറയുന്ന ആ ഒരു മനുഷ്യാവകാശം ആർക്ക് നൽകാൻ, ലോകരാജ്യങ്ങൾക്ക് സംഭാവന ചെയ്യാൻ ആർക്ക് കഴിഞ്ഞു, യുഎൻഒ കഴിഞ്ഞു. 1948 ഡിസംബർ 10 എന്ത് ചെയ്തു, ഈ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ത് ചെയ്തു, കൊണ്ടുവരികയുണ്ടായി. അപ്പം അന്ന് മുതൽ എന്താണ്, അതോടൊപ്പം അതിൻ്റെ കൂടെ എന്ത് ചെയ്തു, എ ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അവകാശ പ്രഖ്യാപനം ആര് നടത്തി, യുഎൻ നടത്തുകയുണ്ടാവുന്നു. ദെൻ സ്ത്രീകളുടെ സ്റ്റാറ്റസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ദെൻ ഡിസ്ക്രിമിനേഷൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അടിമത്തം ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ടൊക്കെ വളരെ നിർണായകമായ ഒരു പങ്ക് വഹിക്കാൻ ആർക്ക് കഴിഞ്ഞു, യുഎൻഒ കഴിഞ്ഞു. ദെൻ ഇൻ ഇക്കണോമിക് ആൻഡ് സോഷ്യൽ പീരീഡ് ദി യുഎൻ ഹാസ് വാല്യുബിൾ അച്ചീവ്മെൻറ്റ്സ് ടു സ്പ്രെഡ്. ഇനി സാമ്പത്തിക സാമൂഹ്യ മേഖലയിലും യുഎൻഒയുടെ കൃത്യത്തിൽ ഒരുപാട് നേട്ടങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അണ്ടർ ദ UN Charter, the UN has the duty to promote higher standard of living. UN ചാർട്ടറിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യുവാൻ, ജനങ്ങളുടെ ജീവിത നിലവാരം എന്ത് ചെയ്യാൻ, ഉയർത്തുവാൻ. ദെൻ ജനങ്ങൾക്ക് ഫുൾ എംപ്ലോയ്മെൻറ്റ് കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ, അതുപോലെ എന്താണ് സാമൂഹ്യ സാമ്പത്തികപരമായ പുരോഗതി ഉണ്ടാക്കിയെടുക്കുവാനും അല്ലെങ്കിൽ വികസനം ഉണ്ടാക്കിയെടുക്കുവാനൊക്കെ ആർക്ക്, യുഎൻഒയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞിട്ടുണ്ട്. ദെൻ ടു അച്ചീവ് ദീസ് ജനറൽ അസംബ്ലി ഡെസിഗ്നേറ്റ് in 1960s and now in 1976 development decades. അപ്പോൾ എന്താ, അന്ന് മുതൽ തന്നെ 1960കളിലും 70കളിലും ഒക്കെ എന്താ, ഈ യുഎൻഒ ഇടപെട്ടുകൊണ്ട് അവരുടേതായിട്ടുള്ള ഒരുപാട് നേട്ടങ്ങൾ അന്താരാഷ്ട്ര സാമൂഹിക സാമ്പത്തിക മേഖലകളിൽ യുഎൻഒയ്ക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു, ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ട്. വെൻ എക്കണോമിക്കലി അഡ്വാൻസ്ഡ് കൺട്രീസ് ഷുഡ് പ്രൊവൈഡഡ് ക്യാപിറ്റൽ ഫോർ ദ ഡെവലപ്പിംഗ് കൺട്രീസ്. അതിൻ്റെ പ്രധാന യുഎൻ ഡെവലപ്മെൻറ്റ് ഡെക്കേഡ് 60 മുതൽ 70 കാലഘട്ടം എന്ന് പറയുന്നത് വികസന പതിറ്റാണ്ടെന്നാണ് എന്ത് ചെയ്യുന്നത്, അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യുന്നു, എക്കണോമിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ നിന്നും ക്യാപിറ്റൽ ആർക്ക്, ഡെവലപ്പിംഗ് കൺട്രീസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യാൻ ആർക്ക് കഴിഞ്ഞു. ദെൻ സ്പെഷ്യലൈസ്ഡ് ഏജൻസീസ് ഹാവ് എനേബിൾഡ് even to improve the production and distribution of goods and services, to undertake social welfare project at a great magnitude, to provide educational facilities, many to supply milks and food for growing children, to eradicate the epidemics, etc. Any specialized agency നമ്മൾ നേരത്തെ പറഞ്ഞ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പോലെയുള്ള സ്പെഷ്യലൈസ്ഡ് ഏജൻസീസിന് എന്ത് ചെയ്യാൻ കഴിഞ്ഞു, പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് മേഖലയിൽ ഒരുപാട് നേട്ടങ്ങൾ അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞിട്ട്. അതുപോലെ തന്നെ എന്താണ്,
സോഷ്യൽ വെൽഫെയർ പ്രോജക്റ്റുകൾ, സാമൂഹ്യ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായിട്ടുള്ള സഹായങ്ങൾ നൽകാൻ കഴിഞ്ഞു. മിൽക്ക് സപ്ലൈ ചെയ്യുന്നതിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഫുഡ് സപ്ലൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പകർച്ചവ്യാധികൾ ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല പല മേഖലകളിലും എന്താണ് യുഎൻഎക്ക് നേട്ടങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഉണ്ടാക്കി വന്നിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് വിത്തിൻ ദ ഇവൻ ദാറ്റ് ദ ഫസ്റ്റ് സ്റ്റെപ്സ് വെയർ ടേക്കൺ ടു കൺവേർട്ട് ആറ്റമിക് എനർജി ഫോർ war and peace. Specific international problems like food and agriculture, science and culture, international trade, health, etc. on being solved by the specialized agencies of UN. ഇനി യുഎൻഎയുടെ മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറയുന്നത് നമ്മുടെ ആറ്റമിക് എനർജി, പണ്ടുകാലത്ത് ആറ്റമിക് എനർജി ഉപയോഗിക്കുന്നതിനായിട്ടാണ്, വാറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആറ്റം ഫോർ പീസ് എന്ന് പറയുന്നത്, ആറ്റം എന്ന് പറയുന്നത് സമാധാനത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആറ്റമിക് എനർജി എന്ന് പറയുന്നത് സമാധാനത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു സ്ലോഗൻ മുന്നോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞു യുഎൻഎ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഫുഡ് പ്രോബ്ലത്തിൽ, അഗ്രികൾച്ചർ പ്രോബ്ലത്തിൽ, സയൻസ് മേഖലയിൽ, കൾച്ചറൽ മേഖലയിൽ, അന്തർദേശീയ വ്യാപാര മേഖലയിൽ, ആരോഗ്യ മേഖലയിലൊക്കെ എന്താണ് യുഎൻഎയുടെ സ്പെസിഫിക് ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ഓർഗനൈസേഷൻസ് ഇടപെടുകയും അതുവഴി ആ പ്രശ്നങ്ങൾക്കെല്ലാം എന്താണ് പരിഹാരം കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദീസ് ഓർഗനൈസേഷൻസ് ഈസ് ദ ഓൺലി സ്റ്റെപ്പ് ടുവേഴ്സ് ദ വേൾഡ് ഗവൺമെൻറ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് യുഎൻഒ എന്ന് പറയുന്ന സംഘടന എങ്ങനെ കണക്കാക്കാം? ഒരു വേൾഡ് ഗവൺമെൻറ്, അതായത് എല്ലാ മേഖലയിലും, ഇപ്പോൾ മനുഷ്യൻ്റേതായാലും സാമൂഹ്യ, സാമ്പത്തിക, രാഷ്ട്രീയ, സാംസ്കാരിക, വിദ്യാഭ്യാസ എല്ലാ മേഖലകളിലും എന്താണ് ഒരുപാട് നേട്ടങ്ങൾ കൊണ്ടുവരാനായിട്ട് ആർക്ക് കഴിഞ്ഞിട്ടുണ്ട്? യുഎൻഒ. ഇത്രയും നമുക്ക് നേട്ടമായിട്ട് കാണാം. ഇനി ഇതിൻ്റെ കോട്ടങ്ങളാണ്. ഫെയിലർ ഓഫ് യുഎൻഒ ആണ്. യുഎൻ ഹാസ് ദ ഡൺ വെൽ ബട്ട് ഹാസ് നോട്ട് ഡൺ വെൽ ഇനഫ്. യുഎൻ ഹാസ് ഡൺ വെൽ, നല്ല രീതിയിൽ ചെയ്തു, പക്ഷേ ഇനഫായിട്ട് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല, നല്ലത് ചെയ്യാൻ യുഎൻഎ കഴിഞ്ഞില്ല. ആന്ന് യുഎൻ, യുണൈറ്റഡ് നേഷൻസ് അത് തന്നെ. then it is due to series of limitations under which is function. ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ആര് പ്രവർത്തിച്ചത്? യുഎൻഒ എന്ന് പറയുന്ന സംഘടന പ്രവർത്തിച്ചത്. The power of veto is ensured by the Big Five is a great defect. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിഫക്റ്റായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ്? ഈ 5 അംഗരാജ്യങ്ങൾ ഉപയോഗിച്ചിരുന്ന അവരുടെ വീറ്റോ പവർ, അതൊരു വലിയ പോരായ്മയാണ്. The use of veto has been prevented by the organization from acting effectively during emergencies. അടിയന്തര സാഹചര്യങ്ങളിൽ യുഎൻഒ എന്ന് പറയുന്ന ഈ ഒരു സംഘടനയ്ക്ക് കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയാതെ വന്നത് എന്തുള്ളത് കൊണ്ട് ഈ വീറ്റോ പവർ. അപ്പോൾ അതൊരു വലിയ പോരായ്മയായിട്ട് നമുക്ക് കാണാം. ഇനി UN has failed into major tests to bringing about a general eradication of armaments. അത് ആർമമെന്റ് റൈറ്റ്സ്, അണ്വായുധീകരണം. അപ്പോൾ ആ ഒരു മേഖലയിലും എന്ത് ചെയ്തു? യുഎൻഒയ്ക്ക് പരാജയമുണ്ടായി. അതൊരു ഡിസാർമമെൻറ്റ് നടപ്പിലാക്കാൻ ആർക്ക് കഴിഞ്ഞില്ല? യുഎൻഒ കഴിഞ്ഞിട്ടില്ല. So its effort to establish control over the nuclear weapons has provided utter failure. അതായത് ഈ ന്യൂക്ലിയർ വെപ്പൺസിൻ്റെ മുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുക എന്നുള്ള കാര്യത്തിൽ എന്ത് ചെയ്തു? തികഞ്ഞ പരാജയമായിരുന്നു ആര്? യുഎൻഒ. Despite of these limitations, handicaps and tasted failures, യുഎൻഒ ഈസ് hope of world, future peace and security. ഇങ്ങനെയൊക്കെയുള്ള ഡിഫക്റ്റുകളുണ്ട് എങ്കിൽ പോലും എന്താണ് മനുഷ്യ സമൂഹത്തിന് അല്ലെങ്കിൽ മനുഷ്യരാശിക്കുള്ള ഒരു പ്രതീക്ഷയാണ്, ഒരു പ്രത്യാശയാണ് എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സംഘടന. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ഇതിൻ്റെ ഒരു നേട്ടമായിട്ട് കാണാൻ കഴിയുന്ന പല മേഖലകളും എന്ത് ചെയ്യുവാൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആർക്ക് കഴിഞ്ഞിട്ടുണ്ട്? യുഎൻഒ കഴിഞ്ഞിട്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഗ്രോത്തിൻ്റെ സെഷൻസ് നമ്മൾ പറയുകയാണെങ്കിൽ ഫസ്റ്റ് അറ്റ്ലാന്റിക് ചാർട്ടർ 1941 അതുണ്ടാവും. ദെൻ മോസ്കോ ഡിക്ലറേഷൻ, പിന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ, എയിംസ്, ഒബ്ജക്റ്റീവ്സ്, അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് യുഎൻഒയ്ക്ക് എന്തെടുത്ത് കഴിയുകയുണ്ടായിട്ടുണ്ട്. അതിനകത്ത് നിന്ന് യുഎൻഒ The UNO was set up with aims and structure closely assembled League of Nations. ഇപ്പോൾ യുഎൻഒ എന്ന് പറയുന്നത് അതിൻ്റെ ലക്ഷ്യങ്ങളും അതിൻ്റെ സ്ട്രക്ചറൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ലീഗ് ഓഫ് നേഷൻസിനോട് സമാനതയുള്ളൊരു സംഘടനയായിരുന്നു ഇതെന്ന് പറയുക. യുഎൻഒ എന്ന് പറയുന്നത് ദ സഫറിങ്സ് ആൻഡ് മിസറീസ് ഓഫ് സെക്കൻഡ് വേൾഡ് വാർ led to
ദ ഫോർമേഷൻ ഓഫ് യുഎൻ. അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിലുണ്ടായ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും പ്രശ്നങ്ങളുമായിരുന്നു യുഎൻഒ എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കുവാൻ എന്ത് ചെയ്തത് ലോകരാജ്യങ്ങളെ പ്രേരിപ്പിക്കുന്നു. ദ ഫസ്റ്റ് സ്റ്റെപ്പ് for the formation of UNO was Atlantic Charter, which was jointly issued on August 1940. The first step for the formation of UNO was Atlantic Charter, which was jointly issued on August 1941 by the American President Franklin D. Roosevelt and British Prime Minister Winston Churchill. അപ്പോൾ ഈ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സംഘടനയുടെ രൂപീകരണത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് 1941 ഓഗസ്റ്റിൽ അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റും ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ വിൻസ്റ്റൺ ചർച്ചിലും കൂടി സംയുക്തമായിട്ട് സൈൻ ചെയ്ത ഒരു എഗ്രിമെൻ്റ് ആയിരുന്നു. അതായത് അറ്റ്ലാന്റിക് ചാർട്ടർ. അറ്റ്ലാന്റിക് ചാർട്ടർ ആയിരുന്നു യുഎൻഒയുടെ ഫോർമേഷനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ദ അറ്റ്ലാന്റിക് ചാർട്ടർ കണ്ടെയ്ൻഡ് 8 points. Of these, most important was that they recognized people's right to choose their own forms of government. അപ്പോൾ ഈ അറ്റ്ലാന്റിക് ചാർട്ടറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 8 വിഷയങ്ങളായിരുന്നു ഇതിനകത്ത് നേരുന്നവർ ഈ ചാർട്ടറിൽ ഉൾക്കൊള്ളിച്ചിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് ജനങ്ങൾക്ക് അവർക്കിഷ്ടമുള്ള ഗവൺമെൻറ്റുകൾ എന്ത് ചെയ്യാൻ തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം എന്ത് ചെയ്തു ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിളായിട്ട് എന്ത് ചെയ്തു നൽകുക ചെയ്തു. ദ സെക്കൻഡ് സ്റ്റെപ്പ് ഫോർ ദ ഫോർമേഷൻ ഓഫ് യുഎൻഒ വാസ് ദ മോസ്കോ ഡിക്ലറേഷൻ. ഇപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? മോസ്കോ ഡിക്ലറേഷൻ ആയിരുന്നു. ദ മോസ്കോ ഡിക്ലറേഷൻ ഓഫ് 1939. മോസ്കോ ഡിക്ലറേഷൻ ഓഫ് 1943. 1943 മോസ്കോ ഡിക്ലറേഷൻ ആയിരുന്നു രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നതിന് യുഎൻഒയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട്. ദ മോസ്കോ ഡിക്ലറേഷൻ ഓഫ് 1943 വാസ് സൈൻഡ് ബൈ ദ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ഇംഗ്ലണ്ട്, USA, ഫ്രാൻസ് ആൻഡ് ചൈന. ഇംഗ്ലണ്ട്, അമേരിക്ക, ഫ്രാൻസ്, ചൈന എന്നീ രാജ്യങ്ങളുടെ പ്രതിനിധികളായിരുന്നു ഇത് സൈൻ ചെയ്തത്. മോസ്കോ ഡിക്ലറേഷൻ സൈൻ ചെയ്തത്. They declared the need and importance of security of the international organization. എന്ത് ചെയ്യുക? അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക. അതായിരുന്നു മോസ്കോ ഡിക്ലറേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത്. എൻഷുവേഴ്സ് ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും എന്ത് ചെയ്യുക? ഉറപ്പുവരുത്തുക എന്നതായിരുന്നു ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം. മോസ്കോ ഡിക്ലറേഷൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. In the framework of organization laid down, the conference held at Washington on November 1944. Laid down by the conference held at Washington on November 1944. 1944 വാഷിങ്ടണിൽ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് എന്ത് ചെയ്യുന്നത് യുഎൻഒയുടെ ഒരു അടിസ്ഥാനം എന്ത് ചെയ്യുന്നത് രൂപീകരിക്കുന്നത്. ദ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് USA, UK, ഫ്രാൻസ്, ചൈന ആൻഡ് റഷ്യ മെറ്റ്. 5 രാജ്യങ്ങളുടെ പ്രതിനിധികൾ, അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ, ചൈന, ഈ 5 രാജ്യങ്ങളുടെ പ്രതിനിധികൾ എന്ത് ചെയ്തു ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. ഇനി ആൻഡ് ഇൻ്റർനാഷണൽ കോൺഫറൻസ് വാസ് കൺവീൻഡ് അറ്റ് സാൻ ഫ്രാൻസിസ്കോ ഓൺ April 25, 1945, attended by the representatives of 51 nations to draw up a charter for UN. അതിനുശേഷം 1945 ഏപ്രിൽ 25 സാൻ ഫ്രാൻസിസ്കോയിൽ വെച്ച് എന്ത് ചെയ്യുന്നു 51 രാജ്യങ്ങളുടേതായിട്ടുള്ള ഒരു സമ്മേളനം എന്ത് ചെയ്യുന്നു വിളിച്ചിട്ടുണ്ട്. ഈ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് UN ചാർട്ടർ ഇവരെന്ത് ചെയ്യുന്നത് എഴുതി തയ്യാറാക്കുന്നത്. ഫൈനലി the representatives of 51 nations signed the charter of UN. അവസാനം എന്ത് ചെയ്യുന്നു ഈ ചാർട്ടർ UN ചാർട്ടർ സൈൻ ചെയ്യുന്നു. ദിസ് UNO was born of 25th October 1945. അങ്ങനെ എന്താ 1945 ഒക്ടോബർ 24 ഏത് നിലവിൽ വന്നു UNO എന്ന് പറയുന്ന സംഘടന എന്ത് ചെയ്യുന്നു നിലവിൽ. ഇനി നമുക്ക് കാണേണ്ട അതിൻ്റെ എയിംസ് ആണ്. The basic aims of the organization are to save the succeeding generations from the scourges of Third World War. അതായത് 3ാം ലോക മഹായുദ്ധത്തിൽ നിന്നും ഒരു 3ാം ലോക രാജ്യ യുദ്ധത്തിൽ
യുദ്ധങ്ങളിൽ നിന്നും എന്ത് ചെയ്യുക, ലോക രാജ്യങ്ങളെ എന്ത് ചെയ്യണം, സംരക്ഷിക്കണം എന്നതായിരുന്നു എന്താ യുഎൻഒയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയപ്പെടുന്നത്. ആൻഡ് ആൾസോ മെയിൻറ്റെയിൻ ഫെയ്ത്ത് ഇൻ ഫണ്ടമെൻ്റൽ ഹ്യൂമൻ റൈറ്റ്സ് to establish justice, peace and promote social progress and better standard of life. ബാക്കി പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ടു എക്സ്പ്രസ് ഓർ ടു ഫെയ്ത്ത് ഇൻ ഫണ്ടമെൻ്റൽ ഹ്യൂമൻ റൈറ്റ്സ്, മൗലിക മനുഷ്യാവകാശങ്ങളുള്ള വിശ്വാസം. ദെൻ ടു എസ്റ്റാബ്ലിഷ് ജസ്റ്റിസ് ആൻഡ് പീസ്, നീതിയും സമാധാനവും എന്ത് ചെയ്യുക, സ്ഥാപിക്കുക. ആൻഡ് ടു പ്രൊമോട്ട് സോഷ്യൽ പ്രോഗ്രസ്, സാമൂഹ്യ പുരോഗതി നിലനിർത്തുക. ആൻഡ് ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ്, നല്ല ഒരു ജീവ നിലവാരം എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക. ഇതൊക്കെയായിരുന്നു യുഎൻഒയുടെ പ്രധാനപ്പെട്ട എയിംസ് എന്ന് പറയുന്നത്. എന്നാൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരു 4 പർപ്പസ് ഉണ്ട്. ദ സ്പെസിഫിക് പർപ്പസ് ഓഫ് യുഎൻഒ ആർ 4 in number. 4 പ്രധാനപ്പെട്ട ഉദ്ദേശമാണ് ഇവർ പറയുന്നത്. ഒന്ന്, മെയിൻറ്റെയിൻ ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി, അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വം എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക. ടു ഇംപ്രൂവ് റിലേഷൻസ് എമംഗ് നേഷൻസ്, രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ത് ചെയ്യുക, ഇംപ്രൂവ് ചെയ്യുക. കോപ്പറേഷൻ ഇൻ ഫൈൻഡിങ് സൊല്യൂഷൻസ് ഫോർ ഇൻ്റർനാഷണൽ സോഷ്യോ എക്കണോമിക് കൾച്ചറൽ ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ പ്രോബ്ലംസ്, സഹകരണ അടിസ്ഥാനത്തിൽ കോപ്പറേറ്റ് ഇൻ ഫൈൻഡിങ് സൊല്യൂഷൻസ് ഫോർ ഇൻ്റർനാഷണൽ സോഷ്യോ എക്കണോമിക് കൾച്ചറൽ ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ പ്രോബ്ലംസ്, അന്താരാഷ്ട്ര തലത്തിൽ സാമൂഹ്യ, സാമ്പത്തിക, സാംസ്കാരിക, മനുഷ്യത്വപരമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ത് ചെയ്യണം, സൊല്യൂഷൻസ് കണ്ടെത്തണം. ടു സെർവ് ആസ് എ ബേസ് ഫോർ കോർഡിനേറ്റിംഗ് ദ ആക്ഷൻസ് ഓഫ് ദി നേഷൻസ് ടു അറ്റൈൻ ദിയർ കോമൺ ഗോൾസ്, അതായത് പൊതുവായ ലോകരാജ്യങ്ങളുടെ പൊതുവായ ലക്ഷ്യങ്ങൾ എന്ത് ചെയ്യുവാൻ, സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായ ഒരു ബേസ്, ഒരു അടിസ്ഥാനം കോർഡിനേറ്റ് ചെയ്യുക എന്നതായിരുന്നു ഈ യുഎൻഒയുടെ സ്പെസിഫിക് പർപ്പസായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നത് പറയാം. ഇപ്പോൾ ഏറ്റവും നമ്മൾ പറയാൻ കഴിയുന്നത് പസഫിക് സെറ്റിൽമെൻറ്റ് ഓഫ് ഡിസ്പ്യൂട്ട്, തർക്കങ്ങളെല്ലാം എന്ത് ചെയ്യുക, സമാധാനപരമായിട്ട് പരിഹാരം കാണുക എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാസിഫിക് സെറ്റിൽമെൻറ്റ് ഓഫ് പസഫിക്കിലെ പാസിഫിക് പീസ്ഫുൾ സെറ്റിൽമെൻറ്റ് ഓഫ് ഡിസ്പ്യൂട്ട്. ഇത് നമുക്ക് കാണേണ്ട ഇതിൻ്റെ പ്രധാനപ്പെട്ട ഓർഗൻസ് ആണ്. യുഎൻഒയുടെ പ്രധാനപ്പെട്ട ഓർഗൻസ് നമുക്കറിയാം. ജനറൽ അസംബ്ലി, സെക്യൂരിറ്റി കൗൺസിൽ, എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ, ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ, ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, സെക്രട്ടേറിയറ്റ്. ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് മെയിൻ ഓർഗൻ ഓഫ് ചീഫ് ഓർഗൻ ഓഫ് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ. അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് ജനറൽ അസംബ്ലിയാണ്. സോ ജനറൽ അസംബ്ലി ഈസ് കൺസിഡേർഡ് ആസ് ദ ലെജിസ്ലേറ്റീവ് ബോഡി ഓഫ് യുഎൻഒ. യുഎൻഒയുടെ എന്താ നിയമനിർമ്മാണ സഭയാണ് എന്ന് പറയുന്നത് ജനറൽ അസംബ്ലി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഡിസിഷൻ മേക്കിംഗ് ബോഡി ഓഫ് ദി യുഎൻഒ. യുഎൻഒയുടെ നയരൂപീകരണ സമിതിയാണ് ഏതാ ഇതെന്ന് പറഞ്ഞത്. അപ്പോൾ ജനറൽ അസംബ്ലി എന്ന് പറയുന്നത് യുഎൻഒയുടെ എന്താ ഡിസിഷൻ മേക്കിംഗ് ബോഡിയാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ഓൾ മെമ്പർ സ്റ്റേറ്റ്സ്. എല്ലാ യുഎൻഒയിൽ എത്ര അംഗരാജ്യങ്ങളുണ്ടോ അതെല്ലാം ഇവിടുത്തെ അംഗങ്ങളാണ്, ജനറൽ അസംബ്ലി അംഗങ്ങളാണ്. ഈച്ച് മെമ്പർ സ്റ്റേറ്റ് സെൻഡ് 5 റെപ്രസെൻറ്റേറ്റീവ്സ്. 5 പ്രതിനിധികൾ എവിടേക്ക് അയക്കാം, യുഎൻ ജനറൽ അസംബ്ലിയിലേക്ക് അയക്കാം. ബട്ട് ദേ ഹാഡ് ഓൺലി 1 വോട്ട്. ഒരു വോട്ട് മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, 5 പേർക്ക് കൂടെ ഒരു വോട്ട്. 5 റെപ്രസെൻറ്റേറ്റീവ്സിനെ അയക്കാം, പക്ഷേ അവർക്ക് 5നോടും കൂടി ചേർന്ന് ഒറ്റ വോട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ജനറൽ അസംബ്ലി മീറ്റ്സ് ദ ആനുവൽ സ്പെഷ്യൽ സെഷൻസ് may be commenced on the request of majority of the member states or at the request of the Security Council. With the annual sessions meeting in the English, it may be in the month of the General Assembly meets annually. Usually in the month of September. The annual sessions in the then special sessions may be commenced. പ്രത്യേക സമ്മേളനങ്ങൾ എന്ത് ചെയ്യുന്നു, വിളിച്ചു കൂട്ടുന്നു ഓൺ ദ റിക്വസ്റ്റ് ഓഫ് ദി മെജോറിറ്റി ഓഫ് മെമ്പർ സ്റ്റേറ്റ്സ്. ഒരുപക്ഷ അംഗരാജ്യങ്ങളുടെ റിക്വസ്റ്റ് അനുസരിച്ച് അല്ലെങ്കിൽ എന്താ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ റിക്വസ്റ്റ് അനുസരിച്ച് എന്ത് ചെയ്യുന്നു, ആ സ്പെഷ്യൽ സെഷൻസ് എന്ത് ചെയ്യുന്നു, വിളിച്ച് കൂട്ടും. അപ്പം സ്പെഷ്യൽ സെഷൻസ് വിളിച്ചു കൂട്ടുന്നത് മെമ്പർ സ്റ്റേറ്റ്സിൻ്റെ റിക്വസ്റ്റ് അനുസരിച്ച് അല്ലെങ്കിൽ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ റിക്വസ്റ്റോട് കൂട്ടാണ് എന്ത് ചെയ്യുന്നത്, സ്പെഷ്യൽ സെഷൻസ് വിളിച്ചു കൂട്ടുന്നത്.
Then the General Assembly can discuss any questions which comes within the purview of the UN Charter. അപ്പോൾ UN ചാർട്ടറിൻ്റെ കീഴിൽ വരുന്ന ഏതൊരു പ്രശ്നവും എന്ത് ചെയ്യാൻ കഴിയുന്നു, ഇവർക്ക് ചർച്ച ചെയ്യാനായിട്ട് കഴിയുന്നു. ആൻഡ് മേക്ക് റെക്കമെൻഡേഷൻസ് ഓൺ ദം, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്ത് ചെയ്യാം, റെക്കമെൻഡേഷൻസ് അവർക്ക് എടുക്കാം. ആൻഡ് കൺസിഡർ ദ റിപ്പോർട്ട്സ് ഓഫ് സ്പെഷ്യൽ കമ്മിറ്റി ഓഫ് ദി UN ഇൻക്ലൂഡിങ് സെക്യൂരിറ്റി കൗൺസിൽ. സെക്യൂരിറ്റി കൗൺസിലിൻ്റെ റെക്കമെൻഡേഷൻസ് വരുന്നതിനകത്തും അല്ലെങ്കിൽ സ്പെഷ്യൽ കമ്മിറ്റീസ് വിളിച്ചു കൂട്ടുമ്പോഴുണ്ടാകുന്ന തീരുമാനങ്ങളെല്ലാം ആർക്ക് പരിഗണിക്കാം, ജനറൽ അസംബ്ലിക്ക് എന്ത് ചെയ്യാൻ കഴിയും, പരിഗണിക്കാനായിട്ട് കഴിയും. റെപ്രസെൻറ്റേഷൻ എന്നാണ് അതിൽ എഴുതിയിട്ടില്ല, തെറ്റാണ്. ഇത് ഞാൻ ഈ വർഷം എസ് അല്ല എടുക്കുന്നത്, അതുകൊണ്ട് കറക്റ്റ് അറിയാം. അതല്ല, റെക്കമെൻഡേഷൻസ് ആണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ജനറൽ അസംബ്ലി അഡ്മിറ്റ്സ് ആൻഡ് എക്സ്പെൽസ് ദ മെമ്പേഴ്സ് ഓഫ് ഈവൻറ്റിലേക്ക് അംഗങ്ങളെ എന്ത് ചെയ്യുന്നു, കൂട്ടിച്ചേർക്കുന്നു. അവരെ എന്ത് ചെയ്യാൻ, പിരിച്ചുവിടാനുള്ള അധികാരമാർക്കാണ്, ജനറൽ അസംബ്ലിക്കാണുള്ളത്. ഇറ്റ് എലക്ട്സ് നോൺ പെർമനൻറ്റ് മെമ്പേഴ്സ് ഓഫ് സെക്യൂരിറ്റി കൗൺസിൽ, ദ മെമ്പേഴ്സ് ഓഫ് എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ ആൻഡ് ദ ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ. അതായത് സെക്യൂരിറ്റി കൗൺസിലിലെ നോൺ പെർമനൻറ്റ് മെമ്പേഴ്സ്, താൽക്കാലിക അംഗങ്ങളെ നിയമിക്കുക, എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലിലെ അംഗങ്ങളെ നിയമിക്കുക, ട്രസ്റ്റിഷിപ്പ് കൗൺസിലിലെ അംഗങ്ങളെ എന്ത് ചെയ്യുക, നിയമിക്കുക എന്നിവരുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടീസാണ്. ദെൻ ദ അസംബ്ലി എലക്ട്സ് ദ പ്രസിഡൻറ്റ് ആൻഡ് വൈസ് പ്രസിഡൻറ്റ് ആനുവലി. വർഷാവർഷം എന്ത് ചെയ്യുന്നു, ജനറൽ അസംബ്ലിയിലേക്ക് ഒരു പ്രസിഡൻറ്റിനെ വൈസ് പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്നു. അത് ആൽഫബറ്റിക് ഓർഡറിലാണ് വരുന്നത്. ഓരോ രാജ്യത്തിൽ നിന്ന് ഓരോ വർഷം കഴിയുന്നത് എന്ത് ചെയ്യുന്നു, ഒരാൾ ആൽഫബറ്റിക് ഓർഡറിൽ അവിടുത്തെ എന്താ പ്രസിഡൻ്റായിട്ട് മാറും. ജനറൽ അസംബ്ലിക്ക് ഒരു പ്രസിഡൻ്റ് ഉണ്ട്, ഒരു വൈസ് പ്രസിഡൻ്റ് ഉണ്ട്. അത് ആൽഫബറ്റിക് ഓർഡറിലാണ് എന്ത് ചെയ്യുന്നത്, അവർ തിരഞ്ഞെടുക്കുന്നത്. ദെൻ അത്രയാണ് ജനറൽ അസംബ്ലി. ഇനി സെക്യൂരിറ്റി കൗൺസിലാണ്. സോ ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓർഗൻ ഓഫ് UN. യുടെ ഏറ്റവും പ്രധാന ഓർഗനെ കുറിച്ച് പറയുക. യുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഓർഗനാണ് ഏതാ, സെക്യൂരിറ്റി കൗൺസിൽ എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് 15 മെമ്പേഴ്സ്. 15 അംഗരാജ്യങ്ങളുണ്ട്. ഔട്ട് ഓഫ് ദീസ് 5 മെമ്പേഴ്സ് ആർ പെർമനൻറ്റ്. 5 പേര് എന്താ സ്ഥിരമാണ്. ആൻഡ് ദ 10 ആർ നോൺ പെർമനൻറ്റ് മെമ്പേഴ്സ്. സോ ദ നോൺ പെർമനൻറ്റ് മെമ്പേഴ്സ് ആർ elected by the General Assembly for a period of 2 years. നോൺ പെർമനൻറ്റ് മെമ്പേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത് ജനറൽ അസംബ്ലിയാണ്. നോൺ പെർമനൻറ്റ് മെമ്പേഴ്സിൻ്റെ കാലാവധി എന്ന് പറയുന്നത് എന്താണ്, 2 വർഷമാണ്. ഇനി ദ റിട്ടയറിംഗ് മെമ്പേഴ്സ് ആർ നോട്ട് എലിജിബിൾ ഫോർ ഇമ്മീഡിയറ്റ് ഇലക്ഷൻ. ഇങ്ങനെ റിട്ടയർ ആവുന്ന അംഗങ്ങൾ എന്ത് ചെയ്യത്തില്ല, ഇമ്മീഡിയറ്റ് ഇലക്ഷന് അവർക്ക് എന്തില്ല, എലിജിബിലിറ്റി ഇല്ല. ഇനി പെർമനൻറ്റ് മെമ്പേഴ്സ് എന്ന് പറയുന്ന ആയിരിക്കാന്നറിയാമല്ലോ, 5 ബിഗ് പവേഴ്സ്: അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ, ചൈന. ദേ ആർ ദ 5 പെർമനൻറ്റ് മെമ്പേഴ്സ് ഓഫ് യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ. ഇന്ത്യ നോൺ പെർമനൻറ്റ് മെമ്പേഴ്സാണ്. അതിൽ ഇപ്പോഴത്തെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് 2 രാജ്യങ്ങൾക്ക് ആണ് എന്ത് ചെയ്യുക, യുഎൻഒയിൽ പെർമനൻറ്റ് മെമ്പർഷിപ്പ് നൽകാനൊരു തീരുമാനമുണ്ട്. അവിടെ ഒരു പ്രോബ്ലം വരുന്നത്, ഒന്ന് ഇന്ത്യ, ഒന്ന് ജപ്പാൻ, മറ്റൊന്ന് ജർമ്മനി. ഇത് 3 രാജ്യങ്ങളാണ് മുമ്പ് നിൽക്കുന്നത്. അതിൽ ഏറ്റവും പോസിബിലിറ്റി ഉള്ളത് ഇന്ത്യക്കും ജപ്പാനുമാണ്. അത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇലക്ട്രോണിക് പവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യം ജപ്പാൻ എന്ന പേരിലും, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഹ്യൂമൻ റിസോഴ്സ് പവർ, അതായത് ഹ്യൂമൻ പവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യം ഇന്ത്യ എന്ന പേരിലും എന്ത് ചെയ്യുന്നു, ഈ യുഎൻഒയിൽ പെർമനൻറ്റ് മെമ്പർഷിപ്പിനുള്ളൊരു ആർഗ്യുമെൻറ്റ് വർഷങ്ങളായിട്ട് എന്ത് ചെയ്യാണ്, നടക്കുകയാണ്. പക്ഷേ ഒരു പ്രോബ്ലം ഉള്ളതെന്ന് വെച്ചാൽ ഈ 5 പെർമനൻറ്റ് മെമ്പേഴ്സിന് പ്രത്യേക അധികാരമുണ്ട്, വീറ്റോ പവർ. വീറ്റോ പവർ എന്ന് പറയുന്നത് ഈ 5 പെർമനൻറ്റ് മെമ്പേഴ്സിന് ഉപയോഗിക്കുന്ന അവരുടെ നെഗറ്റീവ് വോട്ടാണ് അതെന്ന് പറയാം, വീറ്റോ പവർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു രാജ്യം ഇതിനെ ഒപ്പോസ് ചെയ്താൽ ആൾറെഡി അത് ലാപ്സ് ആയിപ്പോകും. അപ്പോൾ ഈ ഒരു തീരുമാനം വന്നു. അതായത് ഏഷ്യൻ കോണ്ടിനെൻറ്റിലെ ഏറ്റവും വലിയ ശക്തി എന്ന നിലയിൽ ഇന്ത്യക്ക് എന്ത് ചെയ്യണം, യുഎൻഒയിൽ പെർമനൻറ്റ് മെമ്പർഷിപ്പ് നൽകണമെന്നുള്ള ആർഗ്യുമെൻറ്റ് വെച്ചപ്പോൾ അവിടെ എന്താ, അമേരിക്ക സ്വാഭാവികമായിട്ടും അന്ന് എന്ത് ചെയ്തിരുന്നു, ഇതിനെ ഒപ്പോസ് ചെയ്തിരുന്നു. അപ്പോൾ ഇനിയത്തെ ഒരു ഇത് വന്നപ്പോൾ മോഡി സർക്കാർക്ക് വന്നതിന് ശേഷം ഒരു പക്ഷേ ഭാവിയിൽ അമേരിക്കയായിട്ട് നല്ല ഒരു ബന്ധമുണ്ട്. പക്ഷേ ചൈന എന്ത് ചെയ്യും, ഒപ്പോസ് ചെയ്തേക്കും. അപ്പോൾ ആരും ഒപ്പോസ് ചെയ്യുന്ന പോക്കാണ്. അപ്പോൾ ഈ പെർമനൻറ്റ് മെമ്പേഴ്സിനുള്ള ഒരു പ്രധാനപ്പെട്ട പവേഴ്സാണ് എന്ന് പറയുന്നത് വീറ്റോ പവർ എന്ന് പറയുന്നത്. പെർമനൻറ്റ് മെമ്പേഴ്സ് എൻജോയിങ് ദ വീറ്റോ പവർ. ആൾ ദ ഡിസിഷൻസ് ഓഫ് ദി കൗൺസിൽ ഷാൾ ഹാവ് ദ യുനാനിമസ് അപ്രൂവൽ ഓഫ് പെർമനൻറ്റ് പവേഴ്സ് ഫോർ പെർമനൻറ്റ് മെമ്പേഴ്സ്. ഇപ്പോൾ ഇവിടെ എടുക്കുന്ന
സെക്യൂരിറ്റി കൗൺസിൽ എടുക്കുന്ന തീരുമാനം അത് പാസ്സാവണമെങ്കിൽ ഈ 5 അംഗങ്ങളുടെയും യുനാനിമസ് ആയിട്ടുള്ള എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പാസ്സാവുകയുള്ളൂ. സോ ഇറ്റ് ഈസ് ഇൻട്രസ്റ്റഡ് വിത്ത് പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഓഫ് മെയിൻറ്റെയിനിങ് ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൈമറി റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി, അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്നതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം. In the exercise of this duty, it can investigate and issue that threaten world peace and can take even enforcement measures, including the use of armed forces provided by the member states as per specific agreement. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കാര്യം, അതായത് ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ഈ ഒരു കാര്യം, ഈ ഒരു കടമ അവർക്ക് കൈകാര്യം ചെയ്യുമ്പോൾ they can investigate, അവർക്ക് അതിനെക്കുറിച്ച് അന്വേഷണം നടത്താം, ആൻഡ് ഇഷ്യൂ ദാറ്റ് ത്രെട്ടൺ വേൾഡ് പീസ്. അതാണ് വേൾഡ് പീസിനെ ത്രെട്ടൺ ചെയ്യുന്ന ഏതൊരു വിഷയത്തെക്കുറിച്ചും എന്ത് ചെയ്യാൻ കഴിയും? they can investigate any issue that threaten world peace. ലോകസമാധാനത്തിന് ഭീഷണിയാവുന്ന ഏതൊരു പ്രശ്നത്തെയും എന്ത് ചെയ്യാം? ഇവർക്ക് ചർച്ച ചെയ്യാം. ആൻഡ് ക്യാൻ ടേക്ക് എൻഫോഴ്സ്മെൻറ്റ് മെഷേഴ്സ്, സൈനികമായിട്ടുള്ള നടപടികൾ, മെഷേഴ്സ് അവർക്ക് എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. ഇൻക്ലൂഡിങ് ദ യൂസ് ഓഫ് ആംഡ് ഫോഴ്സസ് പ്രൊവൈഡഡ് ബൈ ദ മെമ്പർ സ്റ്റേറ്റ്സ്. അംഗരാജ്യങ്ങൾ നൽകുന്ന ആംഡ് ഫോഴ്സുകൾ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു? ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിൽ എന്ത് ചെയ്യാം? പരിഹാരം കാണാനായിട്ട് കഴിയാം. The President of Security Council hold the office for a month and is chosen in rotation by the members in English alphabetic order of their members. ഞങ്ങൾ അസംബ്ലിയിൽ എങ്ങനെയാണോ അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നത്? സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ഒരു പ്രസിഡൻ്റ് ഉണ്ട്. ആ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ പ്രസിഡൻ്റ് കാലാവധി എന്ന് പറയുന്നത് 1 മാസത്തേക്കാണ്. അത് റൊട്ടേഷൻ ചെയ്തുകൊണ്ട് റൊട്ടേഷൻ ബേസിൽ ആൽഫബറ്റിക് ഓർഡറിൽ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ തിരഞ്ഞെടുത്തുകൊണ്ടേയിരിക്കുന്നു. ആ ഓരോ മാസം കഴിയുന്നതോറും പുതിയ പുതിയ പ്രസിഡന്റ് എന്ത് ചെയ്യുന്നു? വന്നുകൊണ്ടിരിക്കുന്ന. ഇറ്റ് ക്യാൻ മീറ്റ് അറ്റ്ലീസ്റ്റ് ഓൺസ് ഇൻ ഫോർട്ട്നൈറ്റ്, അതായത് 2 ആഴ്ച കൂടുമ്പോൾ എന്ത് ചെയ്യണം? സമ്മേളനം ഒരു ചെയ്യുന്ന വിളിച്ച് കൂട്ടുന്നു. ഇതിനടുത്തത് സോഷ്യൽ ആൻഡ് എക്കണോമിക് കൗൺസിലാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 54 മെമ്പേഴ്സ് ഇലക്റ്റഡ് ബൈ ദ ജനറൽ അസംബ്ലി. ജനറൽ അസംബ്ലി തിരഞ്ഞെടുക്കുന്ന 54 അംഗരാജ്യങ്ങൾ എവിടെയുള്ളത്? എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ അല്ലെങ്കിൽ എക്കോസോക്ക് കൗൺസിൽ എന്ന് പറയും അതിനകത്തുള്ളത്. ഇറ്റ് ഹാസ് ദ ട്രീറ്റി ഓഫ് പ്രൊമോട്ടിംഗ് ദ വെൽബീയിങ് ഓഫ് ആൾ പീപ്പിൾ ടു ക്രിയേറ്റ് എ വേൾഡ് ഓഫ് ഗ്രേറ്റർ പബ്ലിസിറ്റി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് എല്ലാ അംഗരാജ്യങ്ങളുടെയും വെൽഫെയറാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം. അതുപോലെ തന്നെ എന്താണ് അവരുടെ ഗ്രേറ്റർ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് സോഷ്യൽ ജസ്റ്റിസ് മെയിൻറ്റെയിൻ ചെയ്യുക, സാമൂഹ്യ നീതി മെയിൻറ്റെയിൻ ചെയ്യുക എന്നാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇറ്റ് സ്റ്റഡീസ് എക്കണോമിക്, സോഷ്യൽ, കൾച്ചറൽ, എഡ്യൂക്കേഷണൽ, ഹെൽത്ത് ആൻഡ് റിലേറ്റഡ് മാറ്റേഴ്സ് ആൻഡ് സെൻസ് ഇസ് റിപ്പോർട്ട് വിത്ത് ദ റെക്കമെൻഡേഷൻസ് ഓഫ് ദി നേഷൻസ് ഇൻ ദ ജനറൽ അസംബ്ലി. ഇവരെന്ത് ചെയ്യുന്നു? സാമ്പത്തികവും സാമൂഹികവും രാഷ്ട്രീയവും സാംസ്കാരികവും വിദ്യാഭ്യാസപരവും ആരോഗ്യപരവുമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് അവർ പഠനം നടത്തുകയും അതിൻ്റെ റിപ്പോർട്ട് അവർ എന്ത് ചെയ്യുന്നു? ഈ ജനറൽ അസംബ്ലിയുടെ മുമ്പാകെ എന്ത് ചെയ്യുന്നു? ഹാജരാക്കുകയും ചെയ്യുന്നു. ഇറ്റ് ഹാസ് മെനി റീജിയണൽ കമ്മീഷൻസ് വർക്കിംഗ് ആൺ ഇറ്റ്. ഇതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പ്രാദേശികമായിട്ടുള്ള കമ്മീഷനുകളുണ്ട്. സച്ച് ആസ് ദ എക്കണോമിക് കമ്മീഷൻസ് ഫോർ യൂറോപ്പ്, എക്കണോമിക് ആൻഡ് സോഷ്യൽ കമ്മീഷൻ ഫോർ ഏഷ്യ, സ്പെസിഫിക് എക്കണോമിക് കമ്മീഷൻസ് ടു ലാറ്റിൻ അമേരിക്ക, ഫോർ ആഫ്രിക്ക, ഫോർ വെസ്റ്റേൺ ഏഷ്യ എക്സെട്ര. അങ്ങനെ പല യൂറോപ്പിന്, ഏഷ്യയ്ക്ക്, പിന്നെ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിനൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്ന എക്കണോമിക് കമ്മീഷൻസ്, അത് ഇവരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന റീജിയണൽ ഓർഗനൈസേഷനുകളാണ്. ദ കൗൺസിൽ ഈസ് എംപവേർഡ് ടു കോർഡിനേറ്റ് ദ ആക്ടിവിറ്റീസ് ഓഫ് സെവറൽ സ്പെഷ്യലൈസ്ഡ് ഏജൻസീസ് ഓഫ് യുഎൻഒ ബൈ എൻഡൈസിങ് ഇൻ ടു എഗ്രിമെൻറ്റ് വിത്ത് ദം. എന്ത് ചെയ്യുന്നു? ഈ യുഎൻഒയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് സ്പെഷ്യലൈസ്ഡ് ഏജൻസീസ് ഉണ്ട്. അപ്പം നമ്മൾ പറയുകയാണെങ്കിൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ,
വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനൊക്കെ എന്താ യുഎൻഒയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്പെഷ്യലൈസ്ഡ് ഏജൻസീസ് ആണ്. അപ്പോൾ ആ സ്പെഷ്യലൈസ്ഡ് ഏജൻസീസിൻ്റെ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക എന്നതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ അത്രയാണ് എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലിനകത്ത് നമുക്ക് ഓർത്തിരിക്കേണ്ടത്. അന്വേഷണം അടുത്ത ഓർഗൻ ട്രസ്റ്റിഷിപ്പ് കൗൺസിലാണ്. ഇറ്റ് ഈസ് ക്രിയേറ്റഡ് അണ്ടർ ദ അതോറിറ്റി ഓഫ് ജനറൽ അസംബ്ലി to look after the interest of inhabitants of non-self-governing territory. അതായത് ജനറൽ അസംബ്ലിയുടെ കീഴിൽ രൂപീകരിച്ചിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഓർഗനൈസേഷനാണ് ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ എന്ന് പറയുന്നത്. അതായത് യുഎൻഒയുടെ കീഴിൽ വരുന്ന ട്രസ്റ്റ് ടെറിട്ടറീസിൻ്റെ പ്രവർത്തനങ്ങളെ എന്ത് ചെയ്യുവാൻ, മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്താ ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ. അതായത് ഇപ്പോൾ യുഎൻഒയുടെ കീഴിൽ ഇപ്പോൾ ലോകരാജ്യങ്ങൾ പിടിച്ചെടുക്കുന്ന പ്രദേശങ്ങളുണ്ട്. പക്ഷെ ഇപ്പോൾ അങ്ങനെ വലുതായിട്ട് എന്തില്ല ഇല്ല. കാരണം ഇത് ഇപ്പോൾ അത്രയും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗനല്ല എന്ന് പറയുന്നത് ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ എന്ന് പറയുന്നത്. ഇത് സെക്യൂരിറ്റി കൗൺസിലിലെ പെർമനൻറ്റ് മെമ്പേഴ്സാണ് അതിനകത്ത് അംഗങ്ങൾ. ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ അംഗങ്ങൾ വർഷത്തിൽ ഒരു തവണ എന്ത് ചെയ്യുക, സമ്മേളിക്കും. 2 തവണ അറ്റ്ലീസ്റ്റ് 2 പ്രാവശ്യമെങ്കിലും എന്ത് ചെയ്യണം, സമ്മേളിക്കണം. ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ വിളിച്ച് കൂട്ടണം. അടുത്തത് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ആണ്. ഇറ്റ് ഈസ് ദ പെർമനൻറ്റ് ജുഡീഷ്യൽ ഓർഗൻ ഓഫ് ദി യുഎൻ. യുഎൻഒയുടെ ജുഡീഷ്യൽ ഓർഗനാണ് ഏത്, ICJ, ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. ഇറ്റ് കൺസിഡർ ലീഗൽ ഡിസ്പ്യൂട്ട് ബ്രോട്ട് ബിഫോർ ഇറ്റ് ബൈ ദ നേഷൻസ്. രാഷ്ട്രങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ലീഗൽ ഡിസ്പ്യൂട്ടുകൾക്ക് എന്ത് ചെയ്യുന്നു, പരിഹാരം കാണുന്നു. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 15 ജഡ്ജസ്. 15 ജഡ്ജിമാർ ഇതിനകത്തുള്ളത്. ദേ ആർ എലക്റ്റഡ് ഫോർ എ പീരീഡ് ഓഫ് 9 years. 9 വർഷത്തേക്ക് എന്ത് ചെയ്യുന്നത്, ഈ ജഡ്ജിമാരെ നിയമിക്കുന്നത്. ഇറ്റ്സ് മെയിൻ ഫങ്ഷൻ ഈസ് ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് ഓൾ കേസസ് റെഫേർഡ് ടു ബൈ ദ മെമ്പർ നേഷൻസ്. അംഗരാജ്യങ്ങൾ റെഫർ ചെയ്യുന്ന ഏതൊരു കേസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കും ആർക്ക് പരിഹാരം കാണാം, ഈ ICJക്ക് എന്ത് ചെയ്യാൻ പരിഹാരം കാണാൻ കഴിയുന്നു. അക്കോർഡിംഗ് ടു ദ പ്രൊവിഷൻസ് ഓഫ് ദി UN ചാർട്ടർ. അതായത് UN ചാർട്ടിൻ്റെ കീഴിൽ വരുന്ന അല്ലെങ്കിൽ UN ചാർട്ടിൻ്റെ പ്രൊവിഷൻസ് അനുസരിച്ച് എന്ത് ചെയ്യുന്നു, ഈ ലോകരാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന ഏതൊരു കേസുകൾക്കും പരിഹാരം കാണാൻ കഴിയുന്നു, ICJക്ക് കഴിയുന്നു. ഈച്ച് മെമ്പർ ഓഫ് ദി UN അണ്ടർടേക്സ് ടു കംപ്ലൈ വിത്ത് ദ ഡിസിഷൻസ് ഓഫ് ദി ഗവൺമെൻറ് കോർട്ട്. അതായത് ഓരോ അംഗരാജ്യങ്ങളും എന്ത് ചെയ്യണം, ഈ ICJ എടുക്കുന്ന തീരുമാനങ്ങൾ അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണ്. ഇഫ് ഇറ്റ് ഫെയിൽസ് ടു ഡു, the Security Council may take appropriate measures to enforce the decisions. അപ്പോൾ ഈ ICJ എടുക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും പരാജയം വന്നാൽ അതിന് പരിഹാരം എടുക്കുന്നത് ആരാണ്, സെക്യൂരിറ്റി കൗൺസിലാണ്. അപ്പോൾ സെക്യൂരിറ്റി കൗൺസിൽ എന്ത് ചെയ്യുന്നു, ചില തീരുമാനങ്ങളോട് എന്ത് ചെയ്യുന്നു, നടപ്പിലാക്കുകയും ചെയ്യും. അടുത്ത ഈ ICJയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ഇത് എവിടെ വേണമെങ്കിലും എന്ത് ചെയ്യാം, ലോകത്തിൻ്റെ ഏത് രാജ്യത്ത് വേണമെങ്കിലും ICJയുടെ പ്രവർത്തിക്കാൻ കഴിയുന്നു. പക്ഷേ ഇപ്പോൾ നിലവിൽ അതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് നെതർലൻഡിലെ ഹേഗിലാണ്. ഹേഗ് എന്ന സ്ഥലത്താണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇപ്പോൾ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത സെക്രട്ടേറിയറ്റ് ആണ്. ഇറ്റ് ഈസ് ദ അഡ്മിനിസ്ട്രേറ്റീവ് ഓർഗൻ ഓഫ് യുഎൻഒ. യുഎൻഒയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓർഗനാണ് എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഹെഡഡ് ബൈ ദ സെക്രട്ടറി ജനറൽ. ഇതിൻ്റെ തലവൻ എന്ന് പറയുന്ന ആരാണ്, സെക്രട്ടറി ജനറലാണ്. He is appointed by the General Assembly on the recommendation of Security Council for a term of 5 years. ഈ സെക്രട്ടറി ജനറലിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ജനറൽ അസംബ്ലിയാണ്. സെക്യൂരിറ്റി കൗൺസിലിൻ്റെ റെക്കമെൻഡേഷൻസ് അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, സെക്രട്ടറി ജനറലിനെ നിയമിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷം ആയിരിക്കും. He performs various duties for administrative convenience. അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിന് വേണ്ടിയിട്ട് പല ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, കൈകാര്യം ചെയ്യുന്നു. ദ സെക്രട്ടേറിയറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു എ നമ്പർ ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. എന്ത് ചെയ്യുന്നു, സെക്രട്ടേറിയറ്റിനെ പല ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ദ സെക്രട്ടേറിയറ്റ് ഫങ്ഷൻസ് അറ്റ് ന്യൂയോർക്ക് ഇൻ USA ന്യൂയോർക്കിലാണ് എന്ത് ചെയ്യുന്നത്, സെക്രട്ടേറിയറ്റ് ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് യുഎൻഒയുടെ 6 ചീഫ് ഓർഗൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ഓർഗൻസ് എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത് കാണേണ്ടത് ഇതിൻ്റെ സ്പെഷ്യലൈസ്ഡ് ഏജൻസീസാണ്. നമുക്ക് സെപ്പറേറ്റ് പഠിക്കുക. ഇത്രയും ക്ലോസ് ചെയ്തോളാം.